Hi, hello, once again, welcome back to Home Notes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിവിധ തരം പത്തുമണികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. മെയിനായിട്ട് 6 തരം കാറ്റഗറിയിലുള്ള പത്തുമണികൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ കണ്ടിട്ടുള്ളത്, അതായത് എൻ്റെ വീട്ടിലുള്ളതും അതുപോലെ ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ചെടികളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ 6 തരം കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ അറിയാമെങ്കിൽ ആ ഇൻഫർമേഷൻ എന്നോടുകൂടി ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ ഞാൻ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പൂക്കളുടെയും അതുപോലെ ഇലകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇത് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു തരം പത്തുമണിയാണ്. എല്ലാവർക്കും അറിയാവുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു തരം പത്തുമണിയായിരിക്കും. നമ്മളിതിൽ കാണുന്നത് മെയിനായിട്ട് ഇതൊരു റോസാപ്പൂവിൻ്റെ ഒരു എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പറയുക ടേബിൾ റോസ് എന്നാണ് ഇതിന് പറയാറ്. അപ്പം ഇതിൽ ഇപ്പം മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഒരു ഉഷാറില്ലാതെ നമുക്ക് തോന്നുന്നത്. മഴയൊക്കെ പെയ്തുകൊണ്ട് ഇതിൻ്റെ തണ്ടുകളും ഇതൊക്കെ തണ്ടുകളല്ല, ഇതിൻ്റെ പൂവൊക്കെ പഴയ പൂവൊക്കെ ചീഞ്ഞിരിക്കുന്ന ഒരു ഫീലിലാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കാറ്റഗറി തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല നീണ്ടിട്ടുള്ള ഇലയായിരിക്കും. അതുപോലെ ഒരുപാട് കളറിൽ നമ്മളിത് കാണാറുണ്ട്. മെയിനായിട്ട് എല്ലാവരും കോമൺ ആയിട്ട് കാണാറുള്ള കളർ എന്ന് പറയുന്നത് ഈ ഒരു റോസ് കളറായിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് പത്തുമണി ഒരുപാട് കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സിംഗിൾ കളർ നമുക്ക് ഒരുപാട് എണ്ണം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ കുറച്ച് സിംഗിൾ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നെക്സ്റ്റ് കാറ്റഗറി. ഇതും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈപ്പാണ്. ഇതിൽ മറ്റേതുപോലെയല്ല, ഒരു സിംഗിൾ ലെയേർഡ് ആയിട്ടുള്ള പെറ്റൽസാണ് ഇതിന് വരാറുള്ളത്. അതുപോലെ ഇതിൻ്റെ ലീഫ് മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഒരു കുറച്ചും കൂടി വട്ടത്തിൽ നീളത്തിലായിട്ട് വരുന്ന ഒരു ടൈപ്പ് ലീഫാണ് ഇതിന് വേണ്ടി വരുന്നത്. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ പോളിനേഷന് വേണ്ടിയിട്ടുള്ള പൂമ്പൊടി ഉണ്ടായിരിക്കും. അത് നമ്മളിത് എങ്ങനെയാണ് ഇതിൻ്റെ വിത്തൊക്കെ എടുക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. പിന്നെ ഞാനൊരു പ്രത്യേകതയായി കണ്ടിരിക്കുന്നത് ഇതിൻ്റെ തണ്ടാണ്. ഇപ്പം ഇതൊരു റോസ് കളറും ഇതൊരു യെല്ലോ കളറുമാണ്. പക്ഷേ ഇത് നോക്കൂ, ഇതിൻ്റെ തണ്ടിൻ്റെ ഒരു കളറ് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ ഈ യെല്ലോയുടെ ഷെയ്ഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഗ്രീനിഷ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിചാരിക്കണു. അപ്പോൾ അങ്ങനെ ഇതിൽ തന്നെ നമുക്ക് 2 തരം നമ്മൾ കാണാറുണ്ട്. നന്നായിട്ട് പൂവൊക്കെ പിടിക്കുകയും അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ടൈപ്പ് പത്തുമണി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പത്തുമണിക്ക് നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈ കാണുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, പക്ഷേ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെയാണ്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ പരാഗണം ചെയ്യാനുള്ള ഒരു പൂമ്പൊടി ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന് അങ്ങനെ ഉണ്ടാവില്ല. പകരം ഇതുപോലെ കുറച്ച് ഇതളുകൾ, ചെറിയ ഇതളുകളായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിന് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു ചെറിയ ഇതളുകൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് കുറച്ച് കളർ ചേഞ്ച് ഉണ്ടാവുമായിരിക്കും ഇതിന്. അപ്പം ഇതാണ് നമ്മളൊരു നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് ഞാൻ കാണുന്നത്. ഇതിൻ്റെ ലീഫും നമ്മൾ മറ്റേതിൻ്റെ പോലെ തന്നെ സെയിം ലീഫാണ്. അതുപോലെ തണ്ടിനും ആ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് തന്നെയാണ് ഇതിന് വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഈ കാണുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കട്ട പത്തുമണിയാണ്. പക്ഷെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഇതിൽ നമുക്ക് കാണാം വൈറ്റിഷ് ആണ് കൂടുതൽ വരുന്നത്. അതുപോലെ ഇതിൽ നേരെ ഓപ്പോസിറ്റ് പിങ്ക് ആണ് നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതിന് ഇതുപോലെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം തന്നെയാണ്, നീണ്ട ലീഫാണ് വരുന്നത്. ഇതിൻ്റെ ഒരുപാട് കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഒരു കളർ വേരിയേഷൻസ് ആണ്. ഇതാണ് നെക്സ്റ്റ് കാറ്റഗറി പത്തുമണി എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു അധികം കോമൺ അല്ലാത്തൊരു ടൈപ്പാണ്. ഇതിൻ്റെ പൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വളരെ വലിയൊരു ടൈപ്പ് പൂവാണ് ഇതിന് വേണ്ടി വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട 2 ടൈപ്പ് പത്തുമണിയുടെ ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ലീഫ് വരുന്നത് നമ്മുടെ കട്ട പത്തുമണിയില്ലേ, അതിൻ്റെ പോലത്തെ നീണ്ട ലീഫാണ് ഇതിന് വരുന്നത്. അതുപോലെ പൂ നമ്മുടെ സിംഗിൾ ലയേർഡ് നമ്മൾ പൂക്കൾ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു സിംഗിൾ ലയേർഡ് തന്നെയാണ് ഇതിൽ വരുന്ന പൂവ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ പൂവാണ് ഇതിന് കാണാൻ വേണ്ടി പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പിങ്കൊക്കെ അതിൻ്റെ ഒരു കളർ വേരിയേഷൻസ് ആണ്. നല്ല വലിയ പൂവാണ് ഈ കാണുന്നതൊക്കെ. നെക്സ്റ്റ് വൺ ഈ കാണുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ ആ ഒരു പൂവിൻ്റെ ഒരു ഷെയ്ഡാണിത്, ഡബിൾ ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സുകൾ കാണാൻ വേണ്ടി പറ്റും. നല്ല വലിയ പൂക്കളാണ്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. വിരിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് അത്ര വലിപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ വൈറ്റില്ലേ, അതിൻ്റെ ആ ഒരു കുറച്ചും കൂടി ഒരു കളർ ചേഞ്ച്, അതായത് ഡബിൾ ഷെയ്ഡ് വരുന്നൊരു പൂവാണ് ഈ കാണുന്നത്.
പിന്നെ കാണുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഈ സിംഗിൾ ലെയേർഡ് വരുന്നതിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതിലിപ്പം ജസ്റ്റ് ചെറിയൊരു ഷെയ്ഡ് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ ഷെയ്ഡുകൾ കൂടിയ ഒരുപാട് ടൈപ്പുകൾ കാണാൻ വേണ്ടി, അതുപോലെ പല കളറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ സെൻറ്ററിലും പോളിനേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൂമ്പൊടി കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നു. ഇതിൻ്റെ പല ഷെയ്ഡുകളും പല വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. കണ്ടില്ലേ വിവിധ തരം 10 മണികൾ നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ടൈപ്പ് മാത്രമാട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ചൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. കാരണം മഴ കാരണം ഇതിൻ്റെ പൂക്കളൊക്കെ കുറഞ്ഞു, അതുപോലെ കുറച്ചൊക്കെ ചീഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഷെയ്ഡിലേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് എടുത്ത് വെക്കണമല്ലോ, അത് എടുത്ത് വെക്കാനുള്ള സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് മിസ്സായി പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടാത്തൊരു ടൈപ്പും കൂടി ഉണ്ട്. അതായത് നമ്മുടെ കട്ട 10 മണിയില്ലേ, അതിൻ്റെ ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പകുതിക്ക് ഒരു കളർ, പകുതിക്ക് വേറൊരു കളർ, അങ്ങനെ ഒരു ടൈപ്പും കൂടി ഉണ്ട്. അത് പക്ഷേ എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിലും മറക്കാതെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.